വയനാട് ടൗൺഷിപ്പിൽ നിർമ്മാണം പൂർത്തിയാക്കിയ വീടുകളിൽ വിള്ളൽ കണ്ടെത്തിയതായി കഴിഞ്ഞ ദിവസം വാർത്തകൾ പ്രചരിച്ചിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട് മന്ത്രി കെ രാജനും നിർമ്മാണ ചുമതലയുള്ള ULCC അധികൃതരും ടൗൺഷിപ്പിൽ നേരിട്ടെത്തി സ്ഥിതിഗതികൾ വിലയിരുത്തി. ശാസ്ത്രീയ പരിശോധനയുടെ ഭാഗമായാണ് പെൻസിൽ മാർക്കിംഗ് നടത്തിയതെന്ന് വിശദീകരിച്ച മന്ത്രി വിള്ളൽ വാർത്തകൾ വ്യാജമെന്നും അറിയിച്ചു. ടൗൺഷിപ്പിൽ നിന്നും ലിൻഡോ തോമസ് തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. കഴിഞ്ഞ ദിവസം വയനാട് ടൗൺഷിപ്പിൽ നിർമ്മാണം പൂർത്തിയാക്കിയ വീടുകളിൽ ചില വീടുകളിൽ വിള്ളൽ കണ്ടെത്തി എന്ന തരത്തിലുള്ള വാർത്ത പ്രചരിച്ചിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട് ഒരു മാർക്ക് ചെയ്ത ഒരിടം വാർത്താമാധ്യമങ്ങളിലും സോഷ്യൽ മീഡിയ മാധ്യമങ്ങളിലൊക്കെ കാണുകയുണ്ടായി. ഈ പെൻസിൽ കൊണ്ട് മാർക്ക് ചെയ്ത ഈ ഭാഗമാണ് ഈ വിള്ളലായി പല മാധ്യമങ്ങളും പ്രചരിപ്പിച്ചത്. ഇതുമായി ബന്ധപ്പെട്ട് ഈ വിള്ളൽ കണ്ടെത്തി എന്ന് പറയപ്പെടുന്ന കൽപ്പറ്റ ടൗൺഷിപ്പിലെ 8-ാം നമ്പർ വീട്ടിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ തന്നെ പെൻസിൽ കൊണ്ട് ഈ പറയുന്ന മെയിൻ സ്ലാബിൽ മാർക്ക് ചെയ്തിരിക്കുന്നത് കാണാം. ഇത് ഇന്ന് മന്ത്രി കെ രാജൻ തന്നെ ഇവിടെ എത്തി ഈ മാർക്ക് ചെയ്തിരിക്കുന്നത് വിള്ളൽ തന്നെയാണോ എന്ന് അദ്ദേഹം ഉരച്ച് പരിശോധിക്കേണ്ടായി. അതിൽ നിന്നും വ്യക്തമാണ് അതൊരു പെൻസിൽ കൊണ്ട് മാർക്ക് ചെയ്ത ഇടം മാത്രമാണെന്ന് വ്യക്തമാണ്. ഇത്തരത്തിൽ ഇതുമായി ബന്ധപ്പെട്ട ULCC അധികൃതർ നൽകുന്ന മറുപടി എന്താണ് എന്ന് വെച്ചാൽ, ഈ നിർമ്മിച്ചു നൽകിക്കൊണ്ടിരിക്കുന്ന വീടുകളിൽ പലതരത്തിലുള്ള പരീക്ഷണങ്ങൾ നടത്തി, പല ടെസ്റ്റുകൾ നടത്തിയതിന് ശേഷം ഒരു പ്രശ്നങ്ങളും ഇല്ല എന്ന് ഉറപ്പുവരുത്തിയതിന് ശേഷമാണ് ഇത് ദുരന്തബാധിതർക്ക് കൈമാറുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് ഈ ടെസ്റ്റ് നടത്തുന്നത് കിഫോൺ എന്ന് പറയുന്ന കൺസൾട്ടൻസിയാണ്. ഈ കൺസൾട്ടൻസിയാണ് ഈ വീടുകളിൽ വിവിധ തരം ടെസ്റ്റുകൾ നടത്താറുണ്ട്. അതിലൊരു തരത്തിലുള്ള ടെസ്റ്റാണ് ഈ നിർമ്മിച്ചുകൊണ്ടിരിക്കുന്ന വീടുകളുടെ മുകളിൽ 24 മണിക്കൂർ വെള്ളം കെട്ടി നിർത്തുകയും ഏതെങ്കിലും തരത്തിലുള്ള ചോർച്ച ഉണ്ടായിട്ടുണ്ടോ എന്ന് പരിശോധിക്കുകയും ചെയ്യുന്നു. ഇതിൻ്റെ ഭാഗമായി പരിശോധിച്ചപ്പോൾ ചെറിയ രീതിയിൽ വെള്ളം കിരിയുന്ന സാഹചര്യം, ഇത്തരത്തിൽ വെള്ളം കിരിയുന്ന സാഹചര്യം ഉണ്ടായിട്ടുള്ള വീടുകളിലെല്ലാം ഇത്തരത്തിൽ മാർക്ക് ചെയ്തു. ഇനി ഈ വെള്ളം കിരിയുന്ന സാധ്യത ഉണ്ടെങ്കിൽ അത് പരിശോധിച്ച് അതുമായി ബന്ധപ്പെട്ട് അത് മാറ്റാനുള്ള പ്രക്രിയകൾ നടത്തുകയാണ് ചെയ്യുന്നത്. ഇത്തരത്തിൽ നിരവധി ടെസ്റ്റുകൾ നടത്തിയതിന് ശേഷം മാത്രമാണ് ഒരു വീട് പൂർണ്ണമായും പൂർത്തിയായി എന്ന് പറയാൻ കഴിയുക. അതിനുശേഷം മാത്രമാണ് ഈ ULCC അധികൃതർ അല്ലെങ്കിൽ സർക്കാർ ഇത് ഈ ദുരന്തബാധിതർക്ക് കൈമാറുകയുള്ളൂ. അത്തരത്തിൽ മറ്റൊരു തരത്തിലുള്ള ആശങ്കയും വേണ്ട എന്ന് ഇന്നലെ തന്നെ ULCC അധികൃതർ അറിയിച്ചിരുന്നു. ഇന്ന് മന്ത്രിയും ഈ വിള്ളലുമായി ബന്ധപ്പെട്ട് പറഞ്ഞ മറുപടിയും ഇത് തന്നെയാണ്. ഇത്തരത്തിൽ 3 തരത്തിൽ ഈ നിർമ്മാണം പൂർത്തിയാക്കിയ ഈ വീടുകൾ 3 തരത്തിൽ പരിശോധിച്ച് ഏറ്റവും അവസാനം ദുരന്തബാധിതർ തന്നെ മറ്റു പ്രശ്നങ്ങളൊന്നുമില്ല എന്ന് വീടുകൾ ഉറപ്പുവരുത്തിയതിനു ശേഷം മാത്രമേ ദുരന്തബാധിതർ പൂർണ്ണമായും ഈ വീട് കൈമാറുകയുള്ളൂ എന്ന് മന്ത്രിയും പറയുന്നു. ഇത്തരത്തിൽ മറ്റ് തരത്തിലുള്ള ഒരു പ്രശ്നങ്ങളല്ല, സാധാരണഗതിയിൽ നിർമ്മാണ പ്രവർത്തനങ്ങളിൽ ഉണ്ടാകുന്ന കാര്യങ്ങളാണ് ഇവിടെയും നടക്കുന്നത് എന്നാണ് മന്ത്രിയും ULCC അധികൃതരും പറയുന്നത്. ലിൻഡോ തോമസ്, ന്യൂസ് മലയാളം, വയനാട്.